കുറിച്യ ലഹള 1812 ഉത്തര കേരളത്തിലെ വയനാടൻ മേഖലയിൽ ഉണ്ടായ തികച്ചും കർഷക കലാപമായ കുറിച്യ ലഹള ഇവിടുത്തെ ആദ്യകാല സ്വാതന്ത്ര്യ സമരത്തിന് വ്യത്യസ്തമായ ഒരു മാനം നൽകുന്നു. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ വയനാട്ടിൽ തങ്ങളുടെ മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചതോടെ അവിടുത്തെ ആദിവാസികളുടെ ജീവിതം ദുരിതപൂർണവും ദുസ്സഹവുമായി. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പുതിയ നികുതി വ്യവസ്ഥയനുസരിച്ച് അന്നുവരെ വിളവിൽ ഒരു ഭാഗം നികുതിയായി കൊടുത്തിരുന്നവർ മേലിൽ പണമായി തന്നെ അടയ്ക്കണം എന്ന വ്യവസ്ഥ വന്നു. കുടിശ്ശിക വരുത്തിയവർക്ക് നേരെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അതിക്രൂരമായ ശിക്ഷാ നടപടികൾ പ്രയോഗിച്ചു. പൊറുതിമുട്ടിയ കുറിച്യർ അവിടെ തന്നെയുള്ള മറ്റൊരു ആദിവാസി സമൂഹമായ കുറുമ്പ്രരുമായി ചേർന്ന് അവരുടെ തലവൻ രാമനമ്പിയുടെ നേതൃത്വത്തിൽ 1812 മാർച്ചിൽ കലാപം തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയിൽ പരിഷ്കാരം വരുത്തിയ മലബാർ കളക്ടർ ആണ് തോമസ് വാർഡൻ. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ മറ്റു നേതാക്കളാണ് പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെൺകലോൻ കേളു എന്നിവർ. ഇതിൽ പ്ലാക്ക ചന്തുവും ആയിരം വീട്ടിൽ കോന്തപ്പനും ഏറ്റുമുട്ടലിൽ മരിച്ചു. വെൺകലോൻ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം. ബ്രിട്ടീഷുകാർ മൈസൂരിൽ നിന്നും കാനറിയിൽ നിന്നും കൂടുതൽ സൈന്യത്തെ വരുത്തി മൃഗീയമായി തന്നെ വിപ്ലവത്തെ അടിച്ചമർത്തി. ഒരു മാസം കൂടെ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്നാണ് കലാപത്തെക്കുറിച്ച് തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ അഭിപ്രായപ്പെട്ടത്.